MSC എൽസ 3 കപ്പൽ അപകടത്തിൽ നാശനഷ്ടത്തിനുള്ള നഷ്ടപരിഹാരം സ്ഥിര നിക്ഷേപമായി വേണമെന്ന് ഹൈക്കോടതി 5.97 കോടി രൂപ കെട്ടിവെച്ചു എന്ന് മെഡിറ്ററേനിയൻ കമ്പനി ഹൈക്കോടതി അറിയിച്ചു. എന്നാൽ ദേശസാൽകൃത ബാങ്കിൽ ഒരു വർഷത്തേക്ക് നിക്ഷേപം നടത്തണമെന്നാണ് കോടതി നിർദ്ദേശം. ഷബ്ന സിയാദുണ്ട് ലീഗൽ ഡെസ്കിൽ വിവരങ്ങളുമായി. ഷബ്ന, എന്തൊക്കെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്? MSC എൽസ 3 കപ്പൽ അപകടത്തിലെ നാശനഷ്ടത്തിനുള്ള നഷ്ടപരിഹാരം സ്ഥിര നിക്ഷേപമായി വേണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. ഷബ്ന, എന്തൊക്കെയാണ് കോടതി വ്യക്തമാക്കിയത്? ബിനിൽ, MSC എൽസ കപ്പലപകടവുമായി ബന്ധപ്പെട്ട് 5.9 കോടി രൂപ കെട്ടിവെച്ചു എന്ന് മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനി ഹൈക്കോടതിയെ അറിയിച്ചു. കപ്പൽ കമ്പനി നൽകിയ തുക സ്ഥിര നിക്ഷേപം നടത്താൻ ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഒരു വർഷത്തേക്ക് ദേശസാൽകൃത ബാങ്കിൽ നിക്ഷേപിക്കാനാണ് ഇടക്കാല ഉത്തരവിട്ടത്. ഹൈക്കോടതി രജിസ്ട്രിക്കാണ് ഇപ്പോൾ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. കപ്പൽ അപകടത്തിൽ നഷ്ടം നേരിട്ട 5 ചരക്കുടമകൾ നൽകിയ ഹർജി ാണ് ഇത്തരത്തിലൊരു കോടതിയുടെ നടപടി. കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിലെ ഈ കണ്ടെയ്നർ ഉടമകൾ നൽകിയ ഹർജിയിൽ ഈ പണം വെക്കാതെ ഈ MSC എൽസ കപ്പലിന്റെ കമ്പനിയുടെ മറ്റൊരു കപ്പൽ തീരം വിടരുത് എന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കമ്പനി പണം കെട്ടിവെച്ചത്. ഏതായാലും ഈ പണം കെട്ടിവെച്ച സാഹചര്യത്തിൽ കപ്പലിന് പോകാനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുന്നു. ഓക്കെ, ശരി. സ്ഥിര നിക്ഷേപമായി ഈ പണം വേണമെന്നാണ് ഹൈക്കോടതി അറിയിച്ചത്. 5.97 കോടി രൂപ, അതായത് 5,97,00,000 രൂപ കെട്ടിവെച്ചുമെന്ന് മെഡിറ്ററേനിയൻ കപ്പൽ കമ്പനി ഹൈക്കോടതി അറിയിച്ചു. എന്നാൽ ദേശസാൽകൃത ബാങ്കിൽ ഒരു വർഷത്തേക്ക് നിക്ഷേപം നടത്തൂ എന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്.